Dear students, welcome to Learner's World. In this video, I'm going to talk about previous year question paper analysis, April 2025, Advanced English Language Skill for Commerce and Management, Calicut University. ഏപ്രിൽ 2025 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് FIUGP സെക്കൻഡ് സെമസ്റ്റർ കോമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇതിൽ മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 50 ആണ്. ടൈം എന്ന് പറയുന്നത് 1.5 hours ആണ്. 3 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. എ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പാസേജ് തന്നിട്ടുണ്ടാകും. അത് വായിച്ചതിന് ശേഷം താഴെ ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സീലിംഗ് 16 ആണ്. 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്താൽ കിട്ടുന്നത്. സെക്ഷൻ ബി എന്ന് പറയുന്നത് 6 മാർക്കിന് എഴുതാനുള്ള ഒരു പാരഗ്രാഫ് എസ്സേ ആണ്. ഏകദേശം ഒരു ഷോർട്ട് എസ്സേ, ജസ്റ്റ് ഒരു പാരഗ്രാഫ് എഴുതാം. 6 മാർക്കാണ് ക്വസ്റ്റ്യൻ കിട്ടുന്നത്. സീലിംഗ് 24 ആണ്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്ഷൻ സി എന്ന് പറയുന്നത് ലോങ് എസ്സേ എഴുതാനാണ്. ഏകദേശം 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ എനിവൺ, ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാൽ മതി. 10 മാർക്കാണ് കിട്ടുന്നത്. ലോങ് എസ്സേ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എസ്സേയുടെ പാറ്റേൺ കീപ്പ് ചെയ്യണം. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നീട് മിനിമം 3 ബോഡി പാരഗ്രാഫ്, ദെൻ കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഏകദേശം നമ്മുടെ റൈറ്ററുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണോ എഴുതുന്നത്, നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ ഐഡിയ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ വിഷയം 3 പാരഗ്രാഫുകളായിട്ട് എഴുതുക. പിന്നീട് ആ ഒരു വിഷയം കൺക്ലൂഡ് ചെയ്യുക. ഇതാണ് എസ്സേൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി നമുക്ക് ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് റീഡ് ദ പ്രൊവൈഡഡ് പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ്, സീലിംഗ് 16 മാർക്സ്. നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ടാവും. ആ പാസേജ് വായിച്ചതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. പാസേജ് ഒരു 1-2 പ്രാവശ്യം വായിക്കാം. അതിന് ശേഷം വേണം ആ ഒരു കോംപ്രഹെൻഷൻ പാസേജാണ്. അതായത് അത് നിങ്ങൾക്ക് എത്രത്തോളം അത് വായിച്ചിട്ട് മനസ്സിലാകുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ പാസേജ് വായിക്കാം. The vital role played by information and communication technologies in the development of digital environment revolutionized the way libraries handle information for centuries. അപ്പോൾ ICT കുറിച്ചിട്ടാണ് പറയുന്നത്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും സാധാരണ ലൈബ്രറിയുമായിട്ടുള്ള കമ്പാരിസൺ ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ICTയുടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ വിവരസാങ്കേതിക വിദ്യയുടെ വരവോട് കൂടിയിട്ട് ഡിജിറ്റൽ എൻവയറമെൻറ്റിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇത് ലൈബ്രറികൾ സാധാരണ നൂറ്റാണ്ടുകളായിട്ട് വിവരങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന രീതിയെ പൂർണ്ണമായിട്ടും മാറ്റിമറിച്ചിട്ടുണ്ട് ICTയുടെ വരവോട് കൂടിയിട്ട്. ഇനി ICTയുടെ ഗുണങ്ങളാണ് പറയുന്നത്. അത് ICTs offer increased efficiency in terms of time, human resources and cost, improved quality of information, greater flexibility and responsiveness, increased access and sharing, enhanced degree of user interaction to specific information, review and modify the needs as per the situation. അപ്പോൾ ICTയിൽ നമുക്ക് സമയം ലാഭിക്കാൻ കഴിയും, നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുപോലെ കോസ്റ്റ് എഫക്റ്റീവാണ്. ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള വിവരങ്ങൾ നമുക്ക് കിട്ടും. ഫ്ലെക്സിബിളാണ്. അതുപോലെ റെസ്പോൺസീവ്നെസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് വിവരങ്ങൾ ഷെയർ ചെയ്യാനും വിവരങ്ങൾ കണ്ടെത്താനൊക്കെ നമുക്ക് ഈസിയാണ്. റിവ്യൂ ചെയ്യാൻ കഴിയും, മോഡിഫിക്കേഷൻ വരുത്താൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ ICTക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. More specifically, the internet takes firm roots in information storage, processing and dissemination and provides global access. അപ്പോൾ പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് വിവരങ്ങളുടെ സംഭരണം, അതായത് ICTയിൽ നമുക്ക് എന്ത് വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇൻഫർമേഷൻ സ്റ്റോറേജ്, പ്രോസസ്സിങ്, ഒരു ഗ്ലോബൽ ആക്സസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. The users prefer this ease of use, portability, affordability and access to wide range of subjects on the net over the rule-bound library library environment. അതോടൊപ്പം തന്നെ യൂസേഴ്സിന് വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയും. വളരെ ചിലവ് കുറഞ്ഞതും കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നതാണ്.
ഉപയോഗ സൗകര്യമുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. വിവിധ വിഷയങ്ങളിലേക്കുള്ള പല പല കാര്യങ്ങളിലേക്ക് നമുക്ക് വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു സാധാരണ ലൈബ്രറിയേക്കാൾ ഇൻ്റർനെറ്റിന് കൂടുതൽ മുൻഗണന നൽകുന്നുണ്ട്. നമുക്ക് വളരെ ഈസിയാണെന്നാണ് പറയുന്നത്. However, on the other hand, electronic environment is not rosy as it appears to be. The major issue is content organization. പക്ഷേ മറ്റൊരു വശത്ത് ഈ ഒരു ഡിജിറ്റൽ എൻവയറമെൻറ്റ്, ഈ ഒരു ICTക്ക് കുറേ ദോഷങ്ങളുണ്ട്. അത്ര മികച്ചതല്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന പ്രശ്നം കോണ്ടൻറ് ഓർഗനൈസേഷനാണ്. അതായത് ഉള്ളടക്കത്തിൻ്റെ ക്രമീകരണമാണ്. അതിൽ കോണ്ടൻറ്റ് ഓർഗനൈസ് ചെയ്ത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ലൈബ്രറി പോയാൽ അവിടുത്തെ വിവരങ്ങളൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ടാകും. പക്ഷേ ICTയിൽ അതില്ല. അപ്പം നമുക്കൊരു ലൈബ്രറിയൻ്റെ സഹായം ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. The information is not structured on the libraries have successful methods for information processing and retrieval. The content mapping, semantic web and ontology are under experimental stages of the purpose of effective organization and retrieval of web resources. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ്റർനെറ്റിലെ വിവരങ്ങൾ ശരിയായിട്ട് ക്രമീകരിച്ചിട്ടില്ല. ലൈബ്രറിയിലൊക്കെ അതിൻ്റെ വിവരങ്ങൾ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ടെത്താനും എളുപ്പമാണ്. അതിനുള്ള രീതികളൊക്കെ ഉണ്ട്. ICTയിൽ സെമാൻറ്റിക് വെബ്, ഓണ്ടോളജി തുടങ്ങിയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ആ ഒരു ഇൻഫോർമേഷൻസ് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കാനും അത് തിരഞ്ഞു കണ്ടുപിടിക്കാനും ഒക്കെയുള്ള രീതികൾ ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിനാണ്. അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. Hence, users are apparently in need of librarians to assist them to access the pertinent and precise information. Therefore, it is high time for library professionals to remodel themselves and act as aggregators and knowledge managers through web-based services tailor-made to use the information requirements. In this context, Six Sigma applications have an immense value. അപ്പോൾ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? അതായത് ഒരു വിവരങ്ങൾ കണ്ടെത്താനും വിവരങ്ങൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈബ്രറിയനെ സമീപിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലൈബ്രറി വിദഗ്ധർ അവരും കുറച്ചും കൂടെ അവരെ അപ്ഡേറ്റഡ് ആക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവരുടെ സമയം അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് സിക്സ് സിഗ്മ ആപ്ലിക്കേഷൻസ്, ഈ സിക്സ് സിഗ്മ പോലുള്ള സാങ്കേതിക വിദ്യകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. Service is the ability of an organization to constantly and consistently exceed the customer's expectations. Improving consumer services in libraries involves making a commitment to assess users' needs and developing action plans that implement user-friendly processes. Library information center are implementing the same through user studies or surveys to ascertain the level of user satisfaction, seek their opinions and suggestions and improve their service based on the findings. അപ്പോൾ ഈ ലൈബ്രറികളിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ യൂസേഴ്സിൻ്റെ ആവശ്യങ്ങൾ വിലയിരുത്തുകയും ഒരു യൂസർ ഫ്രണ്ട്ലി രൂപപ്പെടുത്തുകയൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലൈബ്രറികളും ഇൻഫോർമേഷൻ സെൻ്ററുകളും ഈ ഒരു യൂസേഴ്സുമായിട്ട് സർവേകൾ നടത്തുകയും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ശേഖരിക്കുകയും സേവനങ്ങൾ മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. However, they are not documenting the policies, procedures and important tools of these programs. Further, they don't have a mechanism to identify latent and dormant users and their needs. This shows that it is necessary to apply broad management techniques like Six Sigma to analyze the current service programs and to suggest for their improvement. It is a fact that there is vast difference between the desired and perceived information needs of library users. The traditional metrics have limitations and hence adoption of Six Sigma is useful as it measures quality capability.
അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ലൈബ്രറി ഇൻഫർമേഷൻ സെൻറ്ററുകൾ യൂസേഴ്സിൻ്റെ പ്ലാനിങ്ങും പ്രോസസ്സിങ്ങും ഒന്നും നല്ല രീതിയിൽ രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു സിക്സ് സിഗ്മ പോലുള്ള മാനേജ്മെൻറ്റ് സാങ്കേതികവിദ്യകൾ ആവശ്യമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ലൈബ്രറി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾക്കും അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കും ഇടയിൽ വലിയൊരു വ്യത്യാസമുണ്ടെന്ന് ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. പരമ്പരാഗത അളവുകോൽ രീതികൾക്ക് പരിമിതികളുണ്ട്. അതിനാൽ സിക്സ് സിഗ്മ ഉപയോഗിക്കുന്നത് ഗുണമേന്മ വിലയിരുത്താനും മെച്ചപ്പെടുത്താനൊക്കെ സഹായകരമാണ്. അപ്പോൾ ഇതാണ് ഇതിൽ പാസേജ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചെയ്യാം. വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് ICTs ഓൺ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ്? അപ്പോൾ ഈ ഒരു ICTയിലും ലൈബ്രറി ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ICTs improve efficiency in time, cost and human resources, enhance information quality and increase access, sharing and user interaction. അപ്പോൾ ഈ ICTs ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് വന്നതോട് കൂടിയിട്ട് സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. കോസ്റ്റ്, അതുപോലെ വിഭവങ്ങൾ, ഹ്യൂമൻ റിസോഴ്സസ്, അതുപോലെ ഇൻഫർമേഷൻ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പായിട്ടുണ്ട്. അതുപോലെ ആർക്കും അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാണ്, ആക്സസ് ചെയ്യാൻ കഴിയും. മറ്റുള്ളവർക്ക് നമുക്ക് ICTയുടെ കടന്നുവരവോടുകൂടി മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം, യൂസർ ഇൻട്രാക്ഷൻ നടത്താം, അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. വാട്ട് ഈസ് ടു ബി ഡൺ ടു ഇംപ്രൂവ് കസ്റ്റമർ സർവീസ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ്? അതായത് കസ്റ്റമർ സർവീസ് ലൈബ്രറിയിലും അതുപോലെ ഇൻഫർമേഷൻ സെൻറ്റേഴ്സിലൊക്കെ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നടത്തേണ്ടത്, അതായത് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട്. ലൈബ്രറീസ് ഷുഡ് അസസ് യൂസേഴ്സ് നീഡ്സ്, കണ്ടക്ട് സർവേസ്, കളക്ട് ഫീഡ്ബാക്ക് ആൻഡ് ഡെവലപ്പ് യൂസർ ഫ്രണ്ട്ലി പ്രോസസ്സസ് ടു ഇംപ്രൂവ് സർവീസസ്. അതായത് ലൈബ്രറീസ് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സർവേകൾ കണ്ടക്ട് ചെയ്യണം, അവരുടെ ഫീഡ്ബാക്ക് എടുക്കണം, ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സ് ഒക്കെ ചെയ്യണം, അവരുടെ സേവനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് ദ യൂസേഴ്സ് പ്രിഫറൻസ് ഇൻ നെറ്റ്വർക്ക്ഡ് എൻവയൺമെൻറ്റ്? എന്താണ് ഒരു നെറ്റ്വർക്ക്ഡ് എൻവയൺമെൻറ്റിൽ യൂസറുടെ പ്രിഫറൻസ്? User prefer the internet due to ease of use, portability, affordability and access to a wide range of subjects. അതായത് കൂടുതലും ഉപഭോക്താക്കൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്, അവർ പ്രിഫർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് സുഗമപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനും അത് എല്ലായിടത്തും കൊണ്ടു നടക്കാനും, അതുപോലെ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അത് ഉപയോഗിക്കാനും, അതുപോലെ പലതരത്തിലുള്ള സബ്ജക്ട്സ് വിഷയങ്ങളെ കുറിച്ചിട്ട് അവർക്ക് ഇൻഫർമേഷൻ കണ്ടെത്താനൊക്കെയാണ് അവർ ഇൻ്റർനെറ്റ് അവർ പ്രിഫർ ചെയ്യുന്നത്. വൈ ഡു യൂസേഴ്സ് നീഡ് അസിസ്റ്റൻസ് ഫ്രോം ദ ലൈബ്രറിയൻസ് ടു ആക്സസ് ഇൻഫർമേഷൻ ഓൺ ദ വെബ്? എന്തുകൊണ്ടാണ് ഈ ഉപഭോക്താവ് ലൈബ്രറിയനെ സമീപിക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് വെബിൽ ഇൻഫർമേഷൻ തിരയാൻ എന്തുകൊണ്ടാണ് ലൈബ്രറിയനെ സമീപിക്കുന്നത്? Because web information is poorly organized, librarians help users find relevant and accurate information. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഈ വെബ് ഇൻഫർമേഷനിൽ നല്ല രീതിയിൽ കോണ്ടൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടില്ല, വിവരങ്ങളൊന്നും നല്ല രീതിയിൽ സ്ട്രക്ചേർഡായിട്ട് രൂപപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ലൈബ്രറിയൻസിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ലൈബ്രറിയന് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ്. അവിടെ സിക്സ് സിഗ്മ ലീഡ് ടു ക്വാളിറ്റി സർവീസ് ഇൻ ലൈബ്രറീസ്? എങ്ങനെയാണ് സിക്സ് സിഗ്മ ലൈബ്രറീസിൽ ഒരു ക്വാളിറ്റി സർവീസ് കൊണ്ടുവരുന്നത്? സിക്സ് സിഗ്മ ഇംപ്രൂവ് സർവീസ് ക്വാളിറ്റി ബൈ അനലൈസിങ് പ്രോസസ്സസ്, റെഡ്യൂസിങ് ഗ്യാപ്സ് ആൻഡ് മെഷറിങ് പെർഫോമൻസ് ഇഫക്റ്റീവ്ലി. അപ്പോൾ സർവീസ് ക്വാളിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സിക്സ് സിഗ്മ ഹെൽപ്പ് ചെയ്യും. അവർ അതിൻ്റെ പ്രക്രിയകളൊക്കെ അനലൈസ് ചെയ്യും, ഗ്യാപ്സ് റെഡ്യൂസ് ചെയ്യും, അതിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് മെഷർ ചെയ്യും.
ഹൗ ഹാസ് ഇൻ്റർനെറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ സ്റ്റോറേജ് പ്രോസസ്സിംഗ് ആൻഡ് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ലൈബ്രറീസ്? എങ്ങനെയാണ് ഇൻ്റർനെറ്റ് സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ലൈബ്രറീസിലെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ദ ഇൻ്റർനെറ്റ് ഇനാബിൾസ് ഗ്ലോബൽ ആക്സസ് ആൻഡ് സപ്പോർട്ട്സ് എഫിഷ്യൻറ്റ് സ്റ്റോറേജ് പ്രോസസ്സിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ആക്സസ് ആണ്. എവിടെയുള്ള ആൾക്കാർക്കും അത് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ അതിന് എഫിഷ്യൻറ്റ് സ്റ്റോറേജ് ഉണ്ട്, പ്രോസസ്സിങ്, അതുപോലെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. വാട്ട് ചലഞ്ചസ് ഡസ് ദ ഇലക്ട്രോണിക് എൻവയൺമെൻറ്റ് പോസ് ഫോർ ഇൻഫർമേഷൻ ഓർഗനൈസേഷനിലെ ലൈബ്രറീസ്? അതായത് ഈ ഇലക്ട്രോണിക് എൻവയൺമെൻറ്റിൻ്റെ ഒരു ചലഞ്ച് എന്താണ് ഈ ഒരു ഇൻഫർമേഷൻ ഓർഗനൈസേഷന്, ലൈബ്രറീസിലെ ഇൻഫർമേഷൻ ഓർഗനൈസേഷനിൽ എന്ത് വെല്ലുവിളിയാണ് ഇലക്ട്രോണിക് എൻവയൺമെൻറ്റ് നേരിടുന്നത്? ദ മെയിൻ ചലഞ്ച് ഈസ് പുവർ കോണ്ടന്റ് ഓർഗനൈസേഷൻ ആൻഡ് ലാക്ക് ഓഫ് പ്രോപ്പർ സ്ട്രക്ചർ ഫോർ ഇൻഫർമേഷൻ റിട്രീവൽ. അതായത് മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഇലക്ട്രോണിക് എൻവയൺമെൻറ്റിൻ്റെ മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് പുവർ കോണ്ടന്റ് ഓർഗനൈസേഷനാണ്. നല്ല രീതിയിൽ വിവരങ്ങളൊന്നും തിട്ടപ്പെടുത്തി വെച്ചിട്ടില്ല, അതായത് രൂപപ്പെടുത്തി വെച്ചിട്ടില്ല. അതിന് നമ്മൾ വിവരങ്ങൾ തിരയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ലൈബ്രറിയനെ സമീപിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. വൈ ഡു ലൈബ്രറി പ്രൊഫഷണൽസ് നീഡ് ടു റിമോഡൽ ദെയർ റോൾസ് ഇൻ ദ ഡിജിറ്റൽ ഏജ്? എന്തുകൊണ്ടാണ് ലൈബ്രറി പ്രൊഫഷണൽസിന് ഈ ഒരു ഡിജിറ്റൽ ഏജിൽ അവരുടെ റോൾസ് റീമോഡൽ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? They need to become knowledge managers and aggregators to meet changing user needs using web-based services. അതായത് ഈ വെബ്-ബേസ്ഡ് സർവീസസിൽ അവർ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവണം. അവർക്ക് ഈ വെബിലുള്ള ഇൻഫോർമേഷൻസിനെ കുറിച്ചിട്ട് അവർ അറിഞ്ഞിരിക്കണം. കാരണം അവർ നോളജ് മാനേജേഴ്സാണ്. അതായത് യൂസേഴ്സ് വന്നിട്ട് ഇന്ന വിവരങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ ലൈബ്രറിയൻസിനെയാണ് അസിസ്റ്റ് ചെയ്യുന്നത്, സഹായം അഭ്യർത്ഥിക്കുന്നത്. കാരണം ഈ ഒരു ഡിജിറ്റൽ എൻവയറമെൻറ്റിൽ കോണ്ടന്റ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ അവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ നോളജ് മാനേജേഴ്സും അഗ്രഗേറ്റേഴ്സും ഒക്കെ ആണെന്നാണ് പറയുന്നത്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ടു ഡോക്യുമെൻറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്? എന്തുകൊണ്ടാണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിൽ? ഡോക്യുമെൻറ്റേഷൻ എൻഷ്യൂർസ് പ്രോപ്പർ മാനേജ്മെൻറ്റ്, പെർസിസ്റ്റൻസി ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സർവീസസ്. അതായത് ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ മാനേജ്മെൻറ്റ്, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം, അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, സർവീസസ് ഒക്കെ ഇംപ്രൂവ് ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ലൈബ്രറി ഇൻഫർമേഷൻ സെൻറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് ടു ഡോക്യുമെൻറ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. വൈ ആർ ട്രഡീഷണൽ മെട്രിക്സ് ഇൻസഫിഷ്യൻറ്റ് ഫോർ ഇവാലുവേറ്റിംഗ് ലൈബ്രറി സർവീസസ്? എന്തുകൊണ്ടാണ് ട്രഡീഷണൽ മെട്രിക്സ് ഇൻസഫിഷ്യൻ്റ് ആയിരിക്കുന്നത് ലൈബ്രറി സർവീസസിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ? ട്രഡീഷണൽ മെട്രിക്സ് ഹാവ് ലിമിറ്റേഷൻസ് ആൻഡ് cannot accurately measure സർവീസ് ക്വാളിറ്റി ഓർ യൂസർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഈ ട്രഡീഷണൽ മെട്രിക്സിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതായത് കൃത്യമായിട്ട് അവർ നല്ല രീതിയിലുള്ള സർവീസ്, ക്വാളിറ്റി സർവീസ് അവർ കൃത്യമായിട്ട് നൽകുന്നില്ല, ഒരു യൂസർ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെയാണ് അതിൻ്റെ പോരായ്മയായിട്ട് വരുന്നത്. അടുത്ത സെക്ഷൻ ബി ആണ്. All questions can be answered. Each question carries 6 marks, ceiling 24 marks. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്താൽ 6 മാർക്കാണ്, സീലിംഗ് 24 ആണ്. ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്നുള്ളത് കൂടി നോക്കാം. ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യന്, എക്സാമിൻ ഹൗ ഡസ് നേച്ചർ എംബഡി ദ ഡ്യുവൽ റോൾസ് ഓഫ് ബോത്ത് നർച്ചറിങ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ്. ഇത് നമുക്ക് പഠിക്കാനുള്ള ദ എർത്ത് ഈസ് എ ലിവിങ് തിങ് ബൈ ലൂസിൽ ക്ലിഫ്റ്റൺ, ഈ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് പ്രകൃതി ഒരേ സമയം ഡ്യുവൽ റോൾസ്, 2 റോളുകൾ ചെയ്യുന്നത്? ഒരേ സമയം നർച്ചറിങ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ പ്രകൃതി എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ് ആണ് എന്നും പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
Nature embodies both nurturing and destructive forces. In The Earth is a Living Thing by Lucy Clifton. The Earth is shown as a living being that supports life by providing air, water, and soil. It nurtures plants, animals, and humans, showing its caring nature. At the same time, nature can also be destructive through events like floods, storms, and earthquakes, which cause damage and loss. Thus, nature both sustains life and has immense power, reminding us to respect it. അപ്പോൾ നേച്ചർ ഒരേ സമയം ഡ്യുവൽ റോള് ചെയ്യുന്നുണ്ട്, രണ്ട് റോള് ചെയ്യുന്നുണ്ട്. അതായത് ഒരേ സമയം ഇത് നമുക്ക് നല്ല ശുദ്ധവായു, വാട്ടർ, സോയിൽ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മളെ നർച്ചർ ചെയ്യുന്നുണ്ട്. നമ്മളെ മാത്രമല്ല, ഹ്യൂമൻസിനെ മാത്രമല്ല, പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ നർച്ചർ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ പ്രകൃതി എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സാണ്. അതായത് വെള്ളപ്പൊക്കം, ഫ്ലഡ്, സ്റ്റോം, കൊടുങ്കാറ്റ്, എർത്തിക്യൂക്സ്, ഭൂമികുലുക്കം, ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രകൃതി എന്ന് പറയുന്നത് ഡ്യുവൽ റോൾ വഹിക്കുന്നുണ്ട്. ഒരേ സമയം നഴ്സറിങ്ങും ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ പവർ ആൻഡ് മജസ്റ്റി ഓഫ് ട്രെയിൻ ജേർണി വിത്ത് പ്രിഫറൻസ് ടു സ്റ്റീഫൻ സ്പെൻഡേഴ്സ് ദ എക്സ്പ്രസ് ബൈ സ്റ്റീഫൻ സ്പെൻഡർ. ആ ഒരു കവിതയിൽ നിന്നുള്ള ഒരു ചോദ്യമാണത്. ഈ ഒരു ട്രെയിൻ ജേർണിയിലുള്ള പവർ ആൻഡ് മജസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റീഫൻ സ്പെൻഡറുടെ ദ എക്സ്പ്രസ്സിൽ. In The Express by Stephen Spender, the train is shown as a powerful and majestic force. It moves quickly through different landscapes, showing speed, strength, and energy. The train represents modern technology and progress. It passes through towns and countryside. The poet uses vivid images to show how impressive and grand the train journey is, making it seem almost like a living, unstoppable force. അപ്പോൾ ഈ ഒരു സ്റ്റീഫൻ സ്പെൻഡറുടെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർക്കിൽ ട്രെയിൻ എന്ന് പറയുന്ന ഒരു പവർഫുൾ ആൻഡ് മജസ്റ്റിക് ഫോഴ്സാണ്. ഇത് പലതരത്തിലുള്ള ലാൻഡ്സ്കേപ്പിലൂടെ ഇത് വളരെ വേഗത്തിൽ കുതിച്ച് പായുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡിനെയും സ്ട്രെങ്ത്തിനെയും എനർജിനെയൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ ട്രെയിൻ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മോഡേൺ ടെക്നോളജി ആൻഡ് പ്രോഗ്രസ്സിനെയാണ്. ഇത് ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് വണ്ടർ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ടൗണിൽ നിന്ന് കൺട്രി സൈഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഒരുപാട് ഇമേജസും ഒക്കെ ഇതിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു ട്രെയിൻ ജേർണിനെ കുറിച്ചിട്ടുള്ള ഒരു അൺസ്റ്റോപ്പബിൾ ഫോഴ്സായിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത്, ക്ലാസിഫൈ ദ പ്രാക്ടിക്കൽ യൂസസ് ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രാക്ടിക്കൽ യൂസേജിന് നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. English has many practical uses in India. It is used as a link language between people who speak different regional languages. It plays an important role in education, especially in higher studies such as science, technology, and medicine. English is widely used in business, government, law, and international communication. It is also important in media, the internet, and employment opportunities. Thus, English is essential for communication, education, and career growth in India. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെയധികം പ്രാക്ടിക്കൽ യൂസ് ഉണ്ട്. ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. അതായത് പലതരത്തിലുള്ള ഭാഷകൾക്കിടയിലൊരു കണക്റ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. അതുപോലെ ഹയർ സ്റ്റഡീസ്, സയൻസ്, ടെക്നോളജി, മെഡിസിനിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ്, ഗവൺമെൻറ്, ലോ, ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. അതുപോലെ മീഡിയ, ഇൻ്റർനെറ്റ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിലൊക്കെ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. Next, illustrate some of the psychological process involved in reading as highlighted in the article I Plead That You Read by Shashi Tharoor. അതായത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സൈക്കോളജിക്കൽ പ്രോസസ്സ്, റീഡിങ്ങിൽ വരുന്ന സൈക്കോളജിക്കൽ പ്രോസസ്സ് ശശി തരൂറിൻ്റെ ആർട്ടിക്കിളായിട്ടുള്ള ഐ പ്ലീഡ് ദാറ്റ് യു റീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സൈക്കോളജിക്കൽ പ്രോസസ്സ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. According to Shashi Tharoor, in I Plead That You Read, reading involves several psychological processes. It requires attention, memory, imagination, and understanding. When we read, our brain connects new information with prior knowledge. It also involves interpreting meanings, emotions, and ideas behind words. Reading is not just recognizing words, but actively thinking, imagining, and analyzing the content. Thus, reading becomes an interactive and mental activity that develops the mind.
അപ്പോൾ ഇതിൽ പറയുന്നത് റീഡിങ്ങിന് അറ്റൻഷൻ, ശ്രദ്ധ ആവശ്യമാണ്, മെമ്മറി ആവശ്യമാണ്, ഇമാജിനേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇതൊക്കെ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് നമ്മുടെ പ്രയർ നോളജുമായിട്ട് ഈ ഒരു പുതിയ വിവരങ്ങൾ കണക്റ്റഡ് ആകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ മീനിങ്സ്, ഇമോഷൻസ്, ഐഡിയാസ്, ബിഹൈൻഡ് വേർഡ്സ് ഒക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ മൈൻഡ്. റീഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് വാക്കുകൾ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതല്ല, പക്ഷേ അതിൽ നടക്കുന്നത് ആക്റ്റീവ്ലി തിങ്കിങ്, ഇമാജിനിങ്, അനലൈസിങ്, ആ കോണ്ടൻറ്റ് അനലൈസിങ് ഒക്കെയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അപ്ലൈ the themes of perseverance and resilience from നെൽസൺ മണ്ടേലസ് ലോങ് വാക്ക് ടു ഫ്രീഡം ടു എ കണ്ടംപററി കോണ്ടെക്സ്റ്റ്. അതായത് നെൽസൺ മണ്ടേലയുടെ വർക്കാണ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച്, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ അതിലെ തീംസ് ആയിട്ടുള്ള പെർസീവറൻസ്, റെസിലിയൻസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്നത്തെ ആധുനിക കാലഘട്ടവുമായിട്ട് അപ്ലൈ ചെയ്യാൻ. In Long Walk to Freedom by Nelson Mandela, perseverance and resilience are important themes. Mandela faced many hardships, including long years in prison, but never gave up. In today's world, these qualities are still important. For example, students facing academic pressure or people dealing with challenges in life can learn to stay strong and keep trying. Perseverance helps individuals achieve their goals, and resilience helps them recover from difficulties and continue moving forward. അപ്പോൾ ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് പറയുന്നത് നെൽസൺ മണ്ടേല എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ അതിൽ പെർസിവറൻസും റെസിലിയൻസും ഇമ്പോർട്ടൻറ്റ് തീംസ് ആയിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അദ്ദേഹം അതിനൊന്നും വിട്ടുകൊടുത്തിട്ടില്ല, അതിനൊന്നും ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നത്തെ ലോകത്ത് നമുക്ക് പ്രാവർത്തികമാക്കാം ഈ ഒരു തീംസ്. അതായത് സ്റ്റുഡൻസൊക്കെ അക്കാഡമിക് പ്രഷർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചലഞ്ചസ് ജീവിതത്തിൽ നേടുന്ന സമയത്ത് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ നമ്മൾ ചെറുത്തു നിൽക്കണം അതിനെ എന്നാണ് പറയുന്നത്. ഇനി സെക്ഷൻ സി ആണ്, ആൻസർ എനി വൺ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 10 മാർക്സ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 16, അസസ് പിരാൻഡലോസ് ഓവറോൾ message about education of the mind. Relate this message with your own experiences or belief about learning and growing. അപ്പോൾ ലൂയി പിരാൻഡലോ അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള സ്പീച്ച് അറ്റ് ദ നോബൽ ബോങ്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അതായത് പിരാൻഡലോയുടെ ഓവറോൾ മെസ്സേജ്, എഡ്യൂക്കേഷൻ ഓഫ് ദ മൈൻഡ്, അതിനെക്കുറിച്ചിട്ടുള്ള ഓവറോൾ മെസ്സേജ് അത് അസസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ലൂയി പിരാൻഡലോ in his speech at the Nobel banquet emphasizes that true education is not just about memorizing facts but about developing the mind and the ability to think independently. He believes that real learning should help individuals understand life, question ideas and grow intellectually. According to him, education should encourage creativity, critical thinking and self-awareness rather than focusing only on exams and marks. Pirandello suggests that education of the mind helps a person see the world more clearly and make better decisions. It also allows individuals to adapt to new situations and think beyond traditional boundaries. This idea is very relevant today, where knowledge is easily available but understanding and thinking skills are more important. Pirandello suggests that education of the mind helps a person see the world more clearly and make better decisions. It also allows individuals to adapt new situations and think beyond traditional boundaries. This idea is very relevant today, where knowledge is easily available but understanding and thinking skills are more important. This message connects with my own experience of learning. I have realized that simply studying a textbook is not enough to truly understand a subject. When I ask questions, think deeply, and try to relate ideas to real life, learning becomes more meaningful. For example, understanding concepts is more helpful than memorizing answers for exams.
In conclusion, Piranello's message highlights that education should focus on mental development and personal growth. The true learning comes from thinking, questioning, and applying knowledge in real life, which helps in overall development. ഓക്കെ, ഇനി നെക്സ്റ്റ് ലോങ് എസ്സേയുടെ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ജസ്റ്റ് വായിക്കാം. Comment on the use and relevance of the AI-driven innovations implemented by Google. AI-driven innovations, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇന്നോവേഷൻസ് ഗൂഗിൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രസക്തി, അതിൻ്റെ ഉപയോഗം, അതിനെക്കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. ഓപ്പണിംഗ് ഗൂഗിൾ 2023 ബൈ സുന്ദർ പിച്ചൈ. ഈ ഒരു വർക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇൻ ഓപ്പണിംഗ് ഗൂഗിൾ ഐബർ 2023 by Sundar Pichai highlights how Google is using artificial intelligence to improve its products and services. AI is integrated into tools like Google Search, Gmail, Maps, and Google Assistant to provide faster, smarter, and more personalized experiences for users. One important use of AI is in Google Search, where it can understand complex questions and give accurate answers. In Gmail, AI helps with the spam filtering and smart replies. Google Maps uses AI to predict traffic and suggest the best routes. AI is also used in translation and voice recognition, making communication easier across different languages. These innovations are highly relevant in today's digital world. They save time, increase productivity, and make technology more accessible. AI also support important areas like education, healthcare, and business by offering intelligent solutions. However, Sundar Pichai also emphasizes the need for responsible AI use. Issues like privacy, security, and ethics must be carefully managed to ensure technology benefits everyone. In conclusion, the AI-driven innovations presented by Google are highly useful and relevant as they improve everyday life and make technology more efficient and user-friendly. Okay, thank you.